ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമം വേണമെന്ന് ഹൈക്കോടതി. ദേവസ്വം മാനുവൽ കൊണ്ട് കാര്യമില്ല. സർക്കാർ ഗൗരവമായി ഇതേക്കുറിച്ച് ചിന്തിക്കണം. കടുത്ത ശിക്ഷ നിയമത്തിൽ കൊണ്ടുവരണമെന്നും ഹൈക്കോടതി. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഇത് എന്ത് വിഷയം പരിഗണിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത്? നമുക്കറിയാം, ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അതിനിടയിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ സ്വത്തുവകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അടക്കം എത്ര ഹെക്ടർ സ്ഥലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അങ്ങനെ അതൊക്കെ കയ്യേറിപ്പോയതാണ്. അങ്ങനെ പല വിധത്തിൽ ക്ഷേത്ര സ്വത്തുക്കൾ മുതലുകളൊക്കെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ വിഷയം കോടതിയുടെ മുമ്പിൽ വന്നത്? കോടതി ഈ നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത്? ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ആവശ്യം മുന്നോട്ട് വയ്ക്കാണ്ടായ ഒരു കാര്യം, എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്, ഈ മാനുവൽ പ്രകാരമുള്ള തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രിമിനൽ കുറ്റമായി വരില്ല എന്ന് എ പത്മകുമാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് കോടതി ഒരു കാര്യം പറഞ്ഞു, മാനുവൽ പ്രകാരം മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമല്ല, പക്ഷേ മാനുവൽ ലംഘിച്ച് അതുവഴി ഒരു ക്രിമിനൽ ഒഫൻസിന് കൂട്ടുനിന്നാൽ അതൊരു ക്രിമിനൽ കുറ്റമായി മാറും എന്ന് കോടതി തിരുത്തുകയും ചെയ്തു. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി പറഞ്ഞത്, ദിവിഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ശബരിമലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് ഒരുപാട് ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്, തട്ടിയെടുക്കപ്പെടുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ഒരു ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നൊരു ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന ആവശ്യവും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കടുത്ത വ്യവസ്ഥകളോടെ, ശിക്ഷാ വ്യവസ്ഥകളോടുകൂടിയായിരിക്കണം ആ ഒരു നിയമം കൊണ്ടുവരേണ്ടത്. ആ നിയമം ഇല്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുകൂടി കോടതി വ്യക്തമാക്കി. കാര്യം ഈ മാനുവലുമായി വരുമ്പോൾ ആ മാനുവലിന്റെ ലംഘനം അതൊരു ക്രിമിനൽ കുറ്റമായി വരില്ല. അതുകൊണ്ട് അതൊരു അച്ചടക്ക നടപടിക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമായി വരും. അപ്പോൾ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടാതെ ഈ ശബരിമലയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആ ക്ഷേത്ര സ്വത്തുക്കളുടെ പൂർണ്ണമായ സംരക്ഷണത്തിനൊരു പ്രത്യേക നിയമം ഈ നാട്ടിൽ വേണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അത് പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. സർക്കാർ ആ ഗൗരവത്തോടുകൂടി അത് പരിഗണിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വലുത്. ശരിയാണ്, തീർച്ചയായും വളരെ അനിവാര്യമായ ഒരു വിഷയം തന്നെയാണ്. ഏതു സർക്കാർ, ഇപ്പോൾ ഈ സർക്കാരിനാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുമെന്നൊരു വാഗ്ദാനമായി തന്നെ വേണമെങ്കിൽ മുന്നണിയിലേക്ക് വയ്ക്കാവുന്നതാണ്. നമുക്കറിയാം, ചെറുതും വലുതുമായി എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. പഴയ രേഖകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ക്ഷേത്ര ഭൂമി ഒന്നളക്കാൻ ശ്രമിച്ചാൽ തന്നെ എത്ര സ്വത്തുക്കൾ കയ്യേറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര അളവിൽ ആളുകൾ കയ്യേറിപ്പോയി അവിടെ വീടും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ പണിതിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. കോടതി പറഞ്ഞത് ഇതിനെ വളരെ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാർ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെ അതിനൊരു മുൻകൈ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് അതിന് പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കോടതിക്കെങ്കിലും കൃത്യമായി നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം കോടതി അറിയിക്കുന്നത്. ഇനി കാത്തിരിക്കാം എന്താണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത്. ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത്.